പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയാണ് സംഭവം. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം പൂർത്തിയാക്കുന്നതിന് മുൻപേ അധ്യാപകൻ കർട്ടൻ താഴ്ത്തുകയായിരുന്നു. ഇന്ന് നടത്തേണ്ട കലോത്സവവും മാറ്റിവെച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ അഞ്ചരക്കണ്ടി സ്കൂളിലും ഇതേ സംഭവം ഉണ്ടായിരുന്നു. അവിടെ കോൽക്കളിക്കിടയ്ക്കാണ് മത്സരം നിർത്തിവെച്ചത്. അവിടെയും പലസ്തീൻ ഐക്യദാർഢ്യമായിരുന്നു. ഇത് കലോത്സവ മാനുവൽ പാലിച്ചുകൊണ്ട് പരിപാടി നടത്തിയില്ല. ഇതാണോ പ്രശ്നമായത്? അതെ മഞ്ജുഷ, ഈ സംഭവം ഇന്നലെയാണ് ഇത്തരത്തിൽ കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചത്. ഇതിനിടയിലാണ് ഒരു 6ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മൈമിംഗ് ഷോ അവതരിപ്പിച്ചത്. ഇതിനിടയിലാണ് ഇത് മൈമിംഗ് ഷോ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കർട്ടൻ താഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ വിദ്യാർത്ഥികൾ നേരെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാക്കി. ഇതേ തുടർന്ന് ഇവിടെ പോലീസ് എത്തുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടി ഈ കലോത്സവം താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് DD ഉൾപ്പെടെ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മൈമിംഗ് ഷോ നിർത്തിവെക്കാനിടയായ സാഹചര്യം, അത് മാത്രമല്ല ഈ സ്കൂൾ കലോത്സവം തന്നെ നിർത്തിവെക്കാനുള്ള ഒരു സാഹചര്യം, അതെന്താണെന്ന കാര്യത്തിൽ ഒരു പ്രതികരണത്തിൽ ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല. എന്തായാലും സ്കൂളിലെ കലോത്സവം താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ പ്ലക്കാർഡുമായി നേരിട്ടുള്ള പ്രതിഷേധമൊക്കെ ഇതിനുശേഷം സംഘടിപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഇത് സംബന്ധിച്ച് നിലവിൽ കേസ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. ഏതായാലും സ്കൂളിൽ ഈ മൈം ഷോ അവതരിപ്പിച്ചതിനെ തുടർന്ന്, അതായത് പലസ്തീൻ ഐക്യദാർഢ്യം വിഷയമായുള്ള മൈം ഷോ അവതരിപ്പിക്കുന്നതിനിടയിൽ തന്നെ കർട്ടൻ താഴ്ത്തുന്ന ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്. ഇതിൽ കൂടുതൽ പ്രതികരണത്തിന് സ്കൂൾ അധികൃതരോ അല്ല വിദ്യാഭ്യാസ വകുപ്പോ ഇതുവരെ തയ്യാറായിട്ടില്ല. മഞ്ജുഷ്, ശരി, ഇതിപ്പോൾ കലോത്സവ മാനുവൽ അനുസരിച്ചല്ല ഈ പരിപാടി നടത്തിയത്. ഇത് തന്നെയാണല്ലോ, അതായത് രാഷ്ട്രീയം, മതം, ഇത്തരം സിംബലുകൾ ഉപയോഗിക്കരുത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള സിംബലുകൾ ഉപയോഗിക്കരുത് എന്ന് മാനുവലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ഇതിനൊരു നിർദ്ദേശം നൽകി കാണുമല്ലോ. പക്ഷേ പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല, അല്ലേ? അതെ മഞ്ജുഷ, ഈ കാര്യത്തിൽ ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മാത്രമല്ല, ഒരു സംഘർഷ സാധ്യത കൂടി പോലീസ് ഇതിൽ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിൽ പ്രതിഷേധങ്ങളൊക്കെ മറുഭാഗത്തു നിന്നും ഉയരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ താൽക്കാലികമായി സ്കൂൾ കലോത്സവം നിർത്തിവെച്ചതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ കൂടുതൽ പ്രതികരണം വിദ്യാഭ്യാസ വകുപ്പിന്റെയോ അതല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഇനി വരേണ്ടതുണ്ട്. കൃത്യമായി എന്തുകൊണ്ടാണ് ഈ മൈമിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്തത്, അത് കൂടാതെ ഈ കലോത്സവം തന്നെ നിർത്തിവെക്കാൻ ഇടയായ സാഹചര്യം എന്നാണെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്നലെയാണ് ഈ പരിപാടി സ്കൂളിൽ കലോത്സവം സംഘടിപ്പിച്ചതും. ഇത്തരത്തിൽ അത് ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി കാണാം. ഈ കുട്ടികൾ ഈ പ്ലക്കാർഡുമായി ഈ പാലസ്തീൻ വിഷയവുമായുമുള്ള മൈം ഷോവുമായി രംഗത്തെത്തുന്നു. അതോട് കർട്ടൻ താഴ്ത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് കലോത്സവം പൂർണ്ണമായി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ട്. ഇവർ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുക കൂടെ ചെയ്യുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മഞ്ജുഷ്, ശരി, KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കുമ്പളയിലാണ് ഈ സംഭവം ഉണ്ടായത്. കലോത്സവത്തിനിടയിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിന്റെ പേരിലാണ് കലോത്സവം നിർത്തിവെക്കുവാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. മൈം അവതരിപ്പിക്കുന്നതിനിടെയായിരുന്നു ഇങ്ങനെയൊരു നിർദ്ദേശം വന്നതും കർട്ടൻ താഴ്ത്തുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ അഞ്ചരക്കണ്ടിയിലും സമാനമായ സംഭവമുണ്ടായിരുന്നു. കോൽക്കളി മത്സരത്തിനിടയിലായിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യം നടത്തി എന്നതിന്റെ പേരിൽ കലോത്സവം നിർത്തിവെച്ചത്. തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടും എന്ന കാര്യത്തിൽ സംശയമില്ല. കലോത്സവങ്ങൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് 2 സ്കൂളുകളിലും ഉണ്ടായത്.